ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രക്കായ കൊണ്ട് ഒരു അടിപൊളി സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നേന്ത്രപ്പഴവും ബ്രെഡും ചേർത്തുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന, വൈകുന്നേരം കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പോഷകസമൃദ്ധമായ ഒരു സ്നാക്സാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? നേരെ വീഡിയോയ്ക്ക് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ആരെങ്കിലും ചാനൽ പുതുതായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് തുടങ്ങാം. അപ്പോൾ ഇനി ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 നേന്ത്രപ്പഴം, ബ്രെഡ് 2 എണ്ണം, പഞ്ചസാര, ഏലക്കായ, നെയ്യ്, തേങ്ങ ചിരകിയത്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിനായി ബ്രെഡ് 2 മിക്സിയിലിട്ട് വളരെ നൈസായി പൊടിച്ചെടുക്കാം. നേന്ത്രക്കായ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കണം. ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ പഴമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ പഴം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ച് ചേർക്കാം. കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റാം. ഇതുപോലെ ഇപ്പോൾ ഒരു 5 ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാൻ ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം. ഇത് നേരത്തെ കാണിച്ച ബ്രെഡ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് വെച്ചാണ്, അതേപോലെ പൊടിച്ച് വെച്ചാണ്. ഇനി നമ്മുടെ പഴം ഉണ്ടാക്കി വെച്ചെടുത്തിട്ട് ഒന്ന് കയ്യിൽ വെച്ച് ഇങ്ങനെ മുട്ടിയതിന് ശേഷം ഒന്ന് ഈ ഷേപ്പാക്കി എടുക്കുക. അതേപോലെ ആക്കി എടുക്കുക. അതിന് ശേഷം ഇത് ബ്രെഡിലൊന്ന് മുക്കിയെടുക്കുക. ഇതേപോലെ ഒന്ന് മുക്കിയെടുക്കുക. അതിന് ശേഷം ഇതേപോലെ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ ബോൾസും ഇങ്ങനെ ബ്രെഡിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മേലെ കുറച്ച് നെയ്യ് കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് വേവിക്കാം. ഇതുപോലെ 2 സൈഡും മുരിയണ വരെ വേവിക്കാം. ചെറിയ തീയിലിട്ട് വേണം വേവിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ബ്രെഡൊക്കെ വേഗം കരിഞ്ഞു പോകും. ഇപ്പോൾ 2 സൈഡും നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നല്ല പോഷകമുള്ള ഒരു സ്നാക്കായി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.